ഭൂമിയുടെ അന്തരീക്ഷ പാളികളെ പ്രധാനമായും 5ആയി തരംതിരിക്കുന്നു. ഓരോ പാളിക്കും അതിൻ്റെതായ പ്രത്യേകതയും ഉയരത്തിനനുസരിച്ച് താപനിലയിൽ വ്യത്യാസവും ഉണ്ടാവുന്നു. ആദ്യത്തേതാണ് ട്രോപ്പോസ്ഫിയർ, ഭൂമിയോട് ഏറ്റവും ചേർന്നുള്ള പാളി. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ഭൂമിയിലെ ഭൂരിഭാഗം വായുവും കാണപ്പെടുന്നത് ഈ ഒരു പാളിയിലാണ്. അടുത്തതായി സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിൽ വരുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്ന ഓസോൺ പാളിയും ഇതേ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ മൂന്നാമത്തെ പാളിയാണ് മെസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കുറയുകയും ഉൽക്കകൾ ഈ ഒരു പാളിയിൽ വെച്ച് കത്തിപ്പോവുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു പാളിയുടെ പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷ പാളികളിൽ 4ാമതായി കാണപ്പെടുന്നതാണ് തെർമോസ്ഫിയർ. റോക്കറ്റുകളും ബഹിരാകാശ നിലയവും സഞ്ചരിക്കുന്ന ഇതേ പാളിയിലാണ് അയണോസ്ഫിയറും സ്ഥിതി ചെയ്യുന്നത്. ഈ പാളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ താപനില വളരെയധികം കൂടുതലായിരിക്കുമെന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും പുറമെ കാണപ്പെടുന്നതും ബഹിരാകാശത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ പാളിയാണ് എക്സോസ്ഫിയർ. ഹീലിയവും ഹൈഡ്രജനുമാണ് എക്സോസ്ഫിയറിലെ പ്രധാന ഘടകങ്ങൾ. അന്തരീക്ഷ പാളികളെ പറ്റി നിങ്ങൾക്കറിയാവുന്ന രസകരമായ വസ്തുതകൾ താഴെ കമന്റായി രേഖപ്പെടുത്താം.